ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിട്ടുള്ളത് ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്ത നമ്മുടെ ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് അപർണ ബാലമുരളി അതുപോലെ തന്നെ ആസിഫ് അലി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മിറാഷ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. മിറാഷ് എന്നുള്ള സെയിം പേരിൽ ഒരു സ്പാനിഷ് മൂവിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതായിരിക്കുമോ ഇന്നത്തെ ഈ സിനിമ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ, ഒരു എന്താ പറയുക, ഒരു പിന്നെ സാധ്യത എന്നുള്ള രീതിയിലായിരുന്നു നല്ലത് ആ ഒരു സിനിമ കണ്ട് ആ റിവ്യൂ ചെയ്തത്. പക്ഷേ അതല്ല, ആ സിനിമയല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഒരു മിസ്റ്ററി ഡ്രാമ, സ്ലോ പേസ് ത്രില്ലർ എന്നൊക്കെ പറയാവുന്നൊരു സിനിമയാണ്. ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ആസിഫ് അലിയെ കൂടാതെ അപർണ ബാലമുരളി, പിന്നെ അർജുൻ ശ്യാം ഗോപനുണ്ട്, പിന്നെ ഹക്കീം ഷാജഹാൻ ഉണ്ട്, ദീപക് പറമ്പോല്, അന്ന റജി കോശി, സമ്പത്ത്, നമ്മുടെ തമിഴ് നടന്ന സമ്പത്ത്, പിന്നെ വേറെയും തമിഴ് ഒന്ന് രണ്ട് നടന്മാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെയാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ജീത്തു ജോസഫിനെയാണ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ തയ്യാറാക്കിയിട്ടുള്ളത്. ശ്രീനിവാസ് അബ്രോലും ജീത്തു ജോസഫും കൂടി ചേർന്നാണ് സ്ക്രീൻ പ്ലേ തയ്യാറാക്കിയിട്ടുള്ളത്. സ്റ്റോറി അപർണ ആർ തറക്കാടാണ് സ്റ്റോറി ചെയ്തിട്ടുള്ളത്. അപ്പം ഈ സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ ഏകദേശം 2 മണിക്കൂറും 33 മിനിറ്റും സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നുണ്ട്. ഈ സിനിമയ്ക്ക് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെ ലെങ്ത് ആയിരുന്നു. സ്ലോ പേസ് ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ്. ആ ഒരു രീതിയിൽ ഈ സിനിമയെ സമീപിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടും സംഭവം. പക്ഷേ പല സീനുകളും ഒന്ന് ലെങ്ത് കുറച്ച് കുറയ്ക്കാമായിരുന്നു എനിക്ക് തോന്നി. പക്ഷേ കിഡിലൻ ട്വിസ്റ്റുകളായിരുന്നു ലാസ്റ്റ് സെക്കൻഡ് ഹാഫിലേക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫിനേക്കാളും ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഇങ്ങനെ വിചാരിക്കും ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഇതിനിപ്പോൾ എന്താ സസ്പെൻസ്, ഇത് നമുക്ക് പറഞ്ഞു തരികയാണ്, നമുക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഏതാ ചോദിക്കാവുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴാണ് കളി മാറുന്നത്. പിന്നെ ട്വിസ്റ്റാണ്, ഭയങ്കര ട്വിസ്റ്റുകളാണ്. ലാസ്റ്റിലേക്ക് ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് കിഡിലൻ ട്വിസ്റ്റാണ് ക്ലൈമാക്സിലൊക്കെ വന്നിട്ടുള്ളത്. നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ എന്തെങ്കിലും സിനിമയെക്കുറിച്ച് ഇടുന്നുണ്ടെങ്കിൽ സ്പോയിലർ ഒന്നും ഇടാതിരിക്കുക. ആസ്വാദനത്തെ ബാധിക്കും. ഇതിലുള്ള പല കാര്യങ്ങളും പറഞ്ഞ ആസ്വാദനത്തെ ബാധിക്കും. ഇതിലുള്ള സ്റ്റോറി എന്താണെന്ന് നോക്കിയാൽ ഒരു മിസ്സിംഗ് കേസാണ്. അപർണ ബാലമുരളി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ വുഡ്ബിയായ ഹക്കീം ഷാനെ കാണാതാവുകയാണ്. ആ ഒരു മിസ്സിംഗ് കേസ് സംഭവത്തെ അത് അന്വേഷിച്ച് പോകുന്നതാണ് ഇവർ. അത് എവിടം വരെ എത്തിക്കും, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, പിന്നെ ഇങ്ങനെ ചുരുളയാണ് ഓരോ കാര്യങ്ങൾ. മിസ്റ്ററിയാണ് സംഭവം പക്കാ മിസ്റ്ററിയാണ്. നമുക്ക് ജീത്തു ജോസഫിൻ്റെ പടത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്നുള്ളതാണ്. പക്ഷേ ഭയങ്കര സ്ലോ ആയിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ട്വിസ്റ്റുകളും, പിന്നെ ഒരു ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ട്വിസ്റ്റ് പറഞ്ഞുള്ള രീതിയിൽ കുറച്ച് ഗ്യാപ്പ് കൊടുക്കാമായിരുന്നു തോന്നുന്നു. ആ ഒരു ട്വിസ്റ്റിന് വേണ്ടി ട്വിസ്റ്റ് ചെയ്ത പോലെ തോന്നി. പക്ഷേ ക്ലൈമാക്സിൽ ഒരു കിടിലൻ ട്വിസ്റ്റ് ഉണ്ട്, രക്ഷയില്ലാത്ത ട്വിസ്റ്റ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് അത് ആ ഒരു സംഭവം. പിന്നെ പെർഫോമൻസുകളൊക്കെ എല്ലാവരും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഹക്കീം ഷാജഹാൻ, പിന്നെ കൂടാതെ ആസിഫ് അലി കിടിലായിരുന്നു. അപർണ ബാലമുരളിയും ആസ് യൂഷ്വൽ സാറിന് പെർഫോം ചെയ്യുന്ന പോലെ തന്നെ കിടിലാക്കി ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്, കിടിലായിരുന്നു. പിന്നെ ഇൻ്റർവെലിന് മുമ്പായിട്ടായിരുന്നു ആ ഒരു ഫൈറ്റ് സീൻ. ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, ഒരു കാട്ടെന്നുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ആസിഫ് അലിയുടെ ഒരു കിടിലൻ ഫൈറ്റ് സീനൊക്കെ ആയിരുന്നു അതൊക്കെ. പിന്നെ മ്യൂസിക് വിഷ്ണു ശ്യാമാണ് മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. മ്യൂസിക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാമറ വർക്കുകളും കിടിലായിട്ടുണ്ട് എന്ന് പറയാം. എല്ലാം കൊണ്ടും മികച്ചൊരു സിനിമ തന്നെയാണ്. പിന്നെ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയില്ല. പക്ഷെ എന്നാലും തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. സ്ലോ ആയിട്ടാണ് സിനിമയുടെ സ്റ്റോറി മുന്നോട്ട് പോകുന്നതാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എനിക്കിഷ്ടപ്പെട്ടു സിനിമ. ഒരു 1 ടൈം വാച്ചബിൾ മൂവിയാണ്. ഒരു കിടിലൻ ഗംഭീരമൊന്നും പറയാൻ പറ്റില്ല, ദൃശ്യം ലെവൽ സാധനമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മുടെ ജീത്തു ജോസഫിൻ്റെ സിനിമയിൽ നിന്ന് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ട്വിസ്റ്റ്, ആ സസ്പെൻസ്, ഒരു മിസ്റ്ററി, ത്രില്ലിങ് എലമെൻറ്റ്സ് ഉള്ള കാര്യങ്ങൾ, സീറ്റ് അഡ്ജ് കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ നമുക്ക് കിട്ടുന്നുള്ളതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്പോയിലർ കൂടാതെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ ഒന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇത് തന്നെയാണ്. സെക്കൻഡ് ഹാഫാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ടെൻഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പല ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതെന്താണ് ഇവർ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഒന്ന് മനസ്സിലായി. പിന്നെയാണ് സംഭവം. ഇതെങ്ങനെയായിരുന്നു, ഇത് ഇത്ര എള്ളുമായിരുന്നു തോന്നുന്ന സമയത്തായിരിക്കും അടുത്ത ട്വിസ്റ്റ് വരിക. ആ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ വള എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ
ധ്യാൻ ശ്രീനിവാസൻ ലുക്മാനൊക്കെ ഉള്ള, പക്ഷേ അതൊന്നും കാണാൻ പറ്റില്ല, നാളെ കാണുന്നുള്ളൂ. നാളെ കണ്ട് നിങ്ങൾക്ക് വിളിക്കുക റിവ്യൂ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.